ഹായ്, വെൽക്കം ടു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ്. ഓക്കെ, ഇന്ന് മറ്റൊരു വീഡിയോ ലെസൺ നമുക്കിവിടെ പരിചയപ്പെടാം. ഹായ്, ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് ഒരു ബെസ്റ്റ് ആയിട്ടുള്ളൊരു എ ഐ ടൂളാണ്. ഈ ഒരു എ ഐ ടൂൾ വെച്ചുകൊണ്ട് നമ്മൾ കണ്ടന്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ ഒരു പ്ലാറ്റ്ഫോം നമുക്കത് വീഡിയോ ഒക്കെ ആക്കിയിട്ടൊക്കെ നമുക്ക് തരും. അതുപോലെ തന്നെ നമ്മൾ ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് വീഡിയോ ആക്കി തരിക, അതിൽ ഇമേജ് കൊടുത്തു കഴിഞ്ഞാൽ വീഡിയോ ആക്കി തരിക. അപ്പം നമുക്കതിന് ഒരുപാട് സമയമൊന്നും വേണ്ട. ഇത് എ ഐ ടൂളാണ്. സോ എ ഐ ടൂൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഫാസ്റ്റ് ആയിട്ടായിരിക്കും ഈ ഒരു ടൂൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മളൊരു വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഒരുപാട് ടൈം എടുക്കാറില്ല. ഇപ്പോൾ ഇൻസ്റ്റയ്ക്ക് റീൽ ചെയ്യുന്ന സമയത്തോ യൂട്യൂബ് സൈസിൽ യൂട്യൂബ് വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ടൈമൊക്കെ എടുക്കും. അത്തരം ടൈം എടുക്കാതെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈ പിക്ട്രി എ ഐ എന്ന് പറയുന്ന ഈ ടൂള് നമുക്ക് വീഡിയോസൊക്കെ മേക്ക് ചെയ്ത് തരും. ഇതൊരു വണ്ടർഫുൾ ആയിട്ടുള്ള ടൂളാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഈസി വീഡിയോ ക്രിയേഷൻ ഫോർ കണ്ടന്റ് മാർക്കറ്റേഴ്സ്. യൂട്യൂബൊക്കെ ചെയ്യുന്ന ആളുകൾക്ക്, പ്രൊഡക്റ്റിൻ്റെ വീഡിയോസ് ചെയ്യുന്ന ആളുകൾക്ക്, മാർക്കറ്റ് ഫോം ചെയ്യുന്ന ആളുകൾക്ക്, ഹോം ഹോം ഇപ്പോൾ ചെറിയ ചെറിയ ബിസിനസ്സുകളൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ്. കാരണം പെട്ടെന്നൊക്കെ വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. ഓക്കെ, നമുക്ക് നമ്മുടെ ഓഡിയൻസിലേക്ക് വേണ്ട വീഡിയോസൊക്കെ പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാനും ഒക്കെ നമുക്ക് സാധിക്കുന്ന ഒരു ബെസ്റ്റ് ടൂളാണത്. അതും വലിയ കോസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു ടൂളാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം, സ്ക്രിപ്റ്റ് ടു വീഡിയോ ഇൻ ജസ്റ്റ് മിനിറ്റ്സ്. അതുപോലെ തന്നെ നമുക്ക് ടേൺ ബ്ലോഗ് പോസ്റ്റ് ഇൻ ടു വീഡിയോ. നമുക്ക് ബ്ലോഗുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്കിതിലേക്ക് മാറ്റാൻ പറ്റും, വീഡിയോ ആക്കി മാറ്റാം. അതുപോലെ തന്നെ ട്രാൻസ്ഫോം ലോങ് ഫോം വീഡിയോ ഇൻ ടു എൻഗേജിങ് ബ്രാൻഡഡ് ക്ലിപ്സ് ഫോർ എ സോഷ്യൽ മീഡിയ. അതായത് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ റീൽ ടൈപ്പ് ഉണ്ടല്ലോ, ചെറിയ ചെറിയ ക്ലിപ്പുകൾ. അപ്പോൾ നമ്മൾ വലിയ വീഡിയോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് ചെറിയ ഷോർട്ട് വീഡിയോ ആക്കിയിട്ട് എന്ത് ചെയ്യും, ഈ ഒരു പ്ലാറ്റ്ഫോം തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഫീച്ചേഴ്സാണ് ഈ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് തരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിതിന് വേണ്ടത് പിക്ചറി എന്ന് പറയുന്ന ഈ ഒരു ലിങ്കാണ്. ഈ ഒരു പേര് നിങ്ങൾ ഗൂഗിളിൽ എൻ്റർ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ താഴെ തന്നെ ഇതിന് ലിങ്കും പ്രൊവൈഡ് ചെയ്യാം. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടൂളാണ്. ഓക്കെ, കാരണം ഇനി എല്ലാം അങ്ങോട്ട് എ ഐ ആയതുകൊണ്ട് തന്നെ നമുക്ക് എ ഐ മാക്സിമം നമ്മുടെ ബിസിനസ്സിൽ ഉപയോഗിക്കാൻ നമ്മൾ ശ്രമിക്കുക. ദെൻ നമുക്കിതിവിടെ എന്ത് ചെയ്യാം, ഓൾറെഡി അക്കൗണ്ട് ഉണ്ടെങ്കിൽ ലോഗിൻ ചെയ്യുക. അക്കൗണ്ട് ഇല്ലെങ്കിൽ നിർബന്ധമായിട്ടും പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ജസ്റ്റ് ഞാനൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുകയാണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യാം, ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ ഡാഷ്ബോർഡിലാണ് വന്നിട്ടുള്ളത്. ഇവിടെ നോക്കിയാൽ കാണാം, സ്ക്രിപ്റ്റ് ടു വീഡിയോ, ആർട്ടിക്കിൾ ടു വീഡിയോ, എഡിറ്റ് വീഡിയോ യൂസിങ് ടെക്സ്റ്റ്, വിഷ്വൽ ടു വീഡിയോ, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്കൊരു ഓപ്ഷൻ എടുത്തിട്ടൊന്ന് ചെയ്ത് നോക്കാം. ഇപ്പോൾ ആർട്ടിക്കിൾ ടു വീഡിയോ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് ടു വീഡിയോ. ജസ്റ്റ് സ്ക്രിപ്റ്റ് ടു വീഡിയോ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് സ്ക്രിപ്റ്റ് ടു വീഡിയോ ഓപ്ഷൻ വരുന്നത്. ഇവിടെ നമ്മളൊരു ചെറിയൊരു ഹെഡിങ് കൊടുക്കണം. ഓക്കെ, ദെൻ ഇവിടെ ഒരു ചെറിയ സ്ക്രിപ്റ്റ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ഇവിടെ ചാറ്റ് ജി പി ടിയും ഈ ടൂളും കൂടെ നമുക്ക് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഒരു വീഡിയോ ചെയ്യാൻ പറ്റുമെന്നൊന്ന് നോക്കാം അല്ലേ. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ചെറിയൊരു കണ്ടന്റ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. വാട്ട് ഈസ് നമുക്ക് എന്ത് കൊടുക്കാം, അല്ലെങ്കിൽ ബെസ്റ്റ് പ്ലേസസ് ഇൻ കേരള. ജസ്റ്റ് സിമ്പിളായിട്ടൊന്ന് നോക്കാം. ഓക്കെ, ഇപ്പം ഇതാണ് ഒരു കണ്ടന്റ് കിട്ടിയിട്ടുള്ളത് അല്ലേ. നമുക്ക് ഇത്രയും കണ്ടന്റ് വേണ്ട, വളരെ ഷോർട്ടാക്കാം.
കേരള ബ്യൂട്ടിഫുൾ സ്റ്റേറ്റ്സ് ആൻഡ് സൗത്തേൺ ഇന്ത്യ സ്കേപ്പ് ആൻഡ് ജസ്റ്റ് ഈ ഒരു കണ്ടന്റ് എടുക്കാം. നമുക്ക് വളരെ ലെങ്തി ആവണ്ട, സിമ്പിളായിട്ട് ചെയ്ത് നോക്കാം. സോ എന്ത് ചെയ്യുക, നമുക്ക് ആ സ്ക്രിപ്റ്റ് ജസ്റ്റ് ഇവിടെ എൻ്റർ ചെയ്യുക. പിന്നെ ദ ബെസ്റ്റ് പ്ലേസസ് ഇൻ കേരള, ഇതാണ് ഹെഡിങ് കൊടുത്തത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഹെഡിങ് ആയിട്ടുണ്ട്, സ്ക്രിപ്റ്റും ആയിട്ടുണ്ട്. സോ എന്ത് ചെയ്യുക, ജസ്റ്റ് പ്രൊസീഡ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യുന്നു, ഓട്ടോമാറ്റിക്കായിട്ട് വീഡിയോ ടെംപ്ലേറ്റുകൾ പിക്ചറിൽ നമുക്ക് തരും. അപ്പോൾ അത് ജസ്റ്റ് ലോഡാകാൻ ചെറിയൊരു ടൈം എടുക്കും. ഓക്കെ, ഇവിടെ നമുക്ക് ഒരുപാട് ടെംപ്ലേറ്റ്സുകളാണ് വന്നത്. ഇത് ടെംപ്ലേറ്റ് എന്ന് പറയുമ്പോൾ ഈ കണ്ടന്റ് ഇങ്ങനെ വരുന്ന ഒരുപാട് ടെംപ്ലേറ്റ് ആണ്. ഇപ്പോൾ ഈ മോഡലോ ഈ ടൈപ്പ് മോഡലോ അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഏത് മോഡലാണ് നമുക്ക് വേണ്ടത് വെച്ചാൽ അത് ചൂസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഏതാണോ ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നുന്നത് വെച്ചാൽ അത് ചൂസ് ചെയ്യാം. ഇതാണെങ്കിൽ ഇതെടുക്കാം. അപ്പോൾ ജസ്റ്റ് ഞാനിത് ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് 3 റേഷ്യോസാണ് ചോദിക്കുന്നത്. ഒന്ന് നമുക്ക് യൂട്യൂബിൻ്റെ റേഷ്യോ ആണ്, ഒന്ന് റീൽ സൈസാണ്, മൊബൈലിൻ്റെ സൈസ്, ഇത് പോസ്റ്റ് സൈസാണ്. അപ്പോൾ നമ്മളുടെ ആവശ്യം ഇപ്പോൾ റീലായിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ റീൽ സൈസ് സെലക്ട് ചെയ്യുക. യൂട്യൂബിലേക്കാണെങ്കിൽ കുറച്ചുകൂടെ ലെങ്തി ആയിട്ടുള്ള വീഡിയോ ഒക്കെ എടുക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാ പ്ലാറ്റ്ഫോമിലും ഈ സൈസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് ജസ്റ്റ് ഈ സൈസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോം തന്നെ നമുക്ക് വേണ്ട ചെറിയ ചെറിയ വിഷ്വൽസൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് കളക്ട് ചെയ്തിട്ട് നമുക്ക് തരുന്നതായിരിക്കും. പിന്നെ വേറൊരു കാര്യം, 100% ഈ വിഷ്വൽസ് പ്രോപ്പർ ആവണമെന്നില്ല, കറക്റ്റ് ആവണമെന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ചെറിയ എഡിറ്റിങ്ങോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം നമ്മളത് ഫൈനലാക്കാൻ. ഓക്കെ, ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും, അപ്പോൾ അത് നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇവിടെ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, ഒന്ന് താഴേക്ക് നമുക്ക് സ്ക്രോൾ ചെയ്ത് നോക്കാം. ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഈ ഒരു വിഷ്വൽ നമുക്ക് ആപ്റ്റ് ആണെങ്കിൽ ഇത് എടുക്കാം. ഇത് ജസ്റ്റ് കേരള വിഷ്വൽ തന്നെയാണ്. കുറച്ച് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഇപ്പോൾ ഇടുക്കി, കൊല്ലം അങ്ങനെയുള്ള പ്ലേസസ് ഒക്കെ നമുക്കിതിൽ മാനുവലി ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ അതിൽ ജസ്റ്റ് സീൻ 2 എന്ന് പറഞ്ഞിട്ടുള്ള ജസ്റ്റ് ഒരു കണ്ടന്റാണ് വന്നിട്ടുള്ളത്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ വിഷ്വൽസ് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യാം. ഇപ്പം ഇനി വേറെ വിഷ്വൽസ് വേണമെങ്കിൽ നമുക്ക് മാനുവലി ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അതിനുള്ള ഓപ്ഷനും നമുക്കിവിടെ അവൈലബിൾ ആണ്. അതും കാറ്റഗറി അനുസരിച്ചിട്ട് നമുക്ക് കൊടുക്കാം. ഇപ്പം കേരള അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, ടൂറിസ്റ്റ് പ്ലേസസ് അല്ലെങ്കിൽ വാട്ടർഫോൾസ്, അങ്ങനെ എന്താണോ നമുക്ക് വേണ്ടത് അതിനനുസരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇപ്പോൾ ഈ ഒരു വീഡിയോ നമുക്ക് ചൂസ് ചെയ്യണമെങ്കിൽ നമുക്കിതുപോലെ എന്ത് ചെയ്യാം, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വരും. ഇതിലും നമുക്കതുപോലെ വീഡിയോസ് വേണമെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എന്നിട്ടൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. നമുക്ക് ഏകദേശം മാച്ചിങ് ആവുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, മാച്ചിങ് ആയിട്ടുള്ള മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം കറക്റ്റായിട്ട്. ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ നല്ലൊരു ഇടുക്കീൻ്റെ ഒരു വീഡിയോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ മാച്ച് ആവും. അതുപോലെ തന്നെ ആലപ്പുഴ അങ്ങനത്തെ ലൊക്കേഷൻസൊക്കെ നമുക്ക് ഇടാം. ഇതിപ്പോൾ ജസ്റ്റ് നമ്മളൊന്ന് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ നമുക്ക് നല്ല ഓഡിയോസും അതുപോലെ തന്നെ വിഷ്വൽസ് ഒക്കെ എക്സ്ട്രാ വേണമെങ്കിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് കൊടുക്കാം. ഈ ഒരു വീഡിയോ കൂടി ജസ്റ്റ് ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണുള്ളത് എന്നുള്ളത്.
ഓക്കെ. അപ്പോൾ ഈ ഒരു 2 ക്യാപ്ഷൻ മെയിനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം അല്ലേ? ഹിയർ ആർ സം ഓഫ് ദ ബെസ്റ്റ് പ്ലേസസ് ടു വിസിറ്റ് ഇൻ കേരള. ഇത് നമുക്ക് ചെറിയ രീതിയിലേക്കൊന്ന് എഡിറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിലൊക്കെ എഡിറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇവിടെ നമുക്ക് എക്സ്ട്രാ കണ്ടന്റ് ഒക്കെ വേണമെന്നുണ്ടെങ്കിലോ ചെറിയ മൂവ് ചെയ്യണമെങ്കിലോ ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. നമുക്കിതിലുള്ളത് തന്നെ നിങ്ങൾക്ക് സേവ് ചെയ്ത് ഉപയോഗിക്കണമെന്നൊന്നുമില്ല. ചെറിയ എഡിറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് എന്ത് ചെയ്യാം, മാറ്റാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. സൈസ് കുറയ്ക്കണമെങ്കിൽ സൈസ് കുറയ്ക്കാം, ടെക്സ്റ്റിൻ്റെ ഫോണ്ട് മാറ്റാം. ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. സോ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് ഒരു ഹെൽത്തി മോർണിംഗ് ടിപ്സോ അല്ലെങ്കിൽ ഓട്ടോമൊബൈലോ അല്ലെങ്കിൽ ഫാഷൻ അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വീഡിയോസൊക്കെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്കുള്ള സ്ക്രിപ്റ്റ് മാറ്റി കൊടുക്കുക. പിന്നെ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക, കറക്റ്റായിട്ടുള്ള സ്ക്രിപ്റ്റ് കൊടുക്കുക. എ ഐക്ക് റീഡ് ചെയ്തിട്ട് മാച്ചിങ് ആയിട്ടുള്ള ഇമേജസും വീഡിയോസും ഫൈൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കുക. നമ്മളെ അവർക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം എപ്പോഴും ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, പെട്ടെന്ന് കുറച്ചുകൂടെ ബെറ്റർ റിസൾട്ട് എ ഐ തരും എന്നുള്ളതാണ്. എങ്കിൽ കൂടിയും ചെറിയ എഡിറ്റ് ഉള്ളത് നിങ്ങൾ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പം നമുക്ക് ചെറിയ ചെറിയ വീഡിയോസും കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാം, അധികം എഫേർട്ട് ഇല്ലാതെ. അപ്പോൾ ഇതിന് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. ഓക്കെ. പിന്നെ ഇതാണ് നമുക്ക് ആ സ്റ്റോറി വരുന്നത്. ഇപ്പം നമ്മൾ കണ്ടന്റ് വരുന്നതാണ്. ഇനിയിപ്പോൾ ഇത് വേണമെങ്കിൽ സീൻ 1 സീൻ 2 ആണ്. ഇപ്പോൾ സീൻ 3 വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. അതല്ല ഇത് ജസ്റ്റ് ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 വീഡിയോസിന് ഉള്ളത് തന്നെ ഉള്ളൂ. അപ്പോൾ നമുക്കത് മതി. ഓക്കെ. അപ്പോൾ ഏകദേശം അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. മാത്രമല്ല ഇനി ഇതിലിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി ഇതിലുണ്ട്. സോ അതും നമുക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് ഉപയോഗിക്കാം. ഓക്കെ. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ അത് ഓരോന്നായിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ജസ്റ്റ് ഒന്ന് പ്രിവ്യൂ നോക്കുക അല്ലേ. ഓക്കെ. ഇതിപ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടന്റ് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, വീഡിയോസ് ഫൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒന്നും വേണ്ട. നമുക്ക് വേണ്ടി കണ്ടന്റും ചാറ്റ് GPT ഉണ്ടാക്കി തന്നു, നമുക്ക് വേണ്ട വീഡിയോയും പിക്ചർ ഉണ്ടാക്കി തന്നു. ഇതിനി ചെറിയ ചെറിയ എഡിറ്റിംഗ് മാത്രമേ നമുക്ക് വരുത്തുന്നുള്ളൂ. എങ്കിൽ കൂടിയും നമുക്കിവിടെ സമയം വളരെയധികം ലാഭമാണ്. കാരണം ചെറിയ ചെറിയ ബിസിനസ്സുകൾക്കും ഇവരൊക്കെ വൺ മാൻ ആയിട്ടൊക്കെ ആയിരിക്കും പലരും ചെയ്യുന്നത്. അതുപോലെ തന്നെ വീഡിയോ എഡിറ്റേഴ്സിനും വളരെ പെട്ടെന്ന് തന്നെ റീൽസൊക്കെ ഉണ്ടാക്കാനൊക്കെ വളരെ ഈസി ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ്. സോ ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ലെസണുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.